ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗ്രാമത്തിലൊരു വ്യാപാരി ജീവിച്ചിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. മൂത്ത മകൻ വലിയ നാണക്കാരനും ആരോടും മിണ്ടാൻ വലിയ താല്പര്യമില്ലാത്തവനുമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ മകൻ വലിയ ആത്മവിശ്വാസക്കാരനും എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നതിനുമായിരുന്നു. മൂത്ത മകന്റെ ലജ്ജാശീലം കാരണം ആരും അവനെ കാര്യമായി പരിഗണിക്കാറില്ലായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ മൂത്ത മകനെ അച്ഛൻ തന്റെ വ്യാപാര സ്ഥാപനത്തിൽ സഹായത്തിനായി നിർത്തി. ഒരിക്കൽ അച്ഛൻ പുറത്തുപോയ സന്ദർഭത്തിൽ 2 പേർ വന്ന് അച്ഛൻ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് കടയിലുണ്ടായിരുന്ന പണം മുഴുവൻ മൂത്ത മകനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. അച്ഛൻ തിരികെ വന്നപ്പോഴാണ് അവൻ കബളിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിവ് അവനുണ്ടായത്. അച്ഛൻ അവനെ കണക്കിന് ശകാരിച്ചു. നീ ഉപയോഗശൂന്യനായ പയ്യനാണ്. ഞാൻ ഉണ്ടാക്കിയതെല്ലാം നീ നശിപ്പിച്ചു. ഇനി എൻ്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഇങ്ങനെ അച്ഛൻ്റെ കോപവാക്കുകളിൽ തകർന്ന യുവാവ് അവിടെ നിന്ന് പോയി. അച്ഛൻ്റെ ദേഷ്യം, അയൽക്കാരുടെ പരിഹാസം, അവൻ്റെ നിസ്സഹായത ഇവയെല്ലാം അവൻ്റെ ജീവിതത്തെ പൂർണ്ണമായി തകർത്തു. തകർന്ന ഹൃദയത്തോടെ അവൻ നദീതീരത്തേക്ക് നടന്നു. ഇനി ജീവിച്ചിരിക്കുന്ന കാര്യമില്ല, ഞാൻ എപ്പോഴും ഒരു പരാജയമാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച് അവൻ നദിയിലേക്ക് ചാടാനൊരുങ്ങുമ്പോൾ ഒരു വൃദ്ധൻ അവനെ കണ്ടു. അവൻ്റെ കയ്യിൽ പിടിച്ച് സുരക്ഷിതമായി അവനെ വലിച്ചു. ദേഷ്യം വന്ന് അവൻ വൃദ്ധനോട് കോപിച്ചു. എന്നാൽ വൃദ്ധൻ അവൻ ശാന്തനാകുന്നത് വരെ ക്ഷമയോടെ നിന്നു. തുടർന്ന് അവൻ്റെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കി. എല്ലാം കേട്ടുകഴിഞ്ഞ വൃദ്ധൻ പറഞ്ഞു, നിനക്ക് എന്നോട് ദേഷ്യപ്പെടാൻ കഴിയുമെങ്കിൽ തീർച്ചയായും എല്ലാവരോടും ലജ്ജയില്ലാതെ സംസാരിക്കാനും കഴിയും. അങ്ങനെ അവനെ സഹായിക്കാനായി കൂടെ കൂട്ടി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആളുകളോട് ഇടപെടാനുള്ള അവസരം നൽകി അവൻ്റെ ലജ്ജയൊക്കെ മാറ്റിക്കൊടുത്തു. അവൻ്റെ അച്ഛൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ആ വൃദ്ധൻ പറഞ്ഞു, ലജ്ജയല്ല, ഭയമായിരുന്നു നിന്റെ പ്രശ്നം. ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന ഭയമാണ് നിന്റെ സ്വഭാവത്തെ മാറ്റിയത്. അതുകൊണ്ട് ഭയപ്പെടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഭയമില്ലാതായ അവൻ അച്ഛൻ്റെ അരികിൽ തിരികെ എത്തി നല്ലൊരു വ്യാപാരിയായി മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ലജ്ജയും ഭയവും കാരണം പല അവസരങ്ങളിലും പരാജയപ്പെട്ടു പോകാറുണ്ട്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? അവർ എങ്ങനെയാ എന്നെ കാണുന്നേ? ഞാനിത് പറഞ്ഞാൽ അവരെന്നെപ്പറ്റി എന്ത് ചിന്തിക്കും? ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ഭയം. ഇങ്ങനെ മറ്റുള്ളവരുടെ ചിന്താഗതിയെ ഓർത്ത് ഭയപ്പെട്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കില്ല. ഇസ്രായേൽ ജനത്തെ നയിക്കുവാനുള്ള വലിയ ദൗത്യം ഏൽപ്പിക്കപ്പെടുമ്പോൾ മോശയുടെ ചിന്താഗതിയും ഇതുപോലായിരുന്നു. എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയില്ല, ഫറവോന്റെ വാക്ക് വിശ്വസിക്കുകയില്ല. ഇങ്ങനെ ഒഴിവുകൾ മാത്രം പറഞ്ഞ മോശയെ ശക്തനാക്കിയത് ദൈവമായിരുന്നു. അതേ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ കുറിച്ചുള്ള ഭയവും മറ്റുള്ളവരെ കുറിച്ചുള്ള ആകുലതയും നമ്മുടെ ജീവിതത്തെ പിന്നോട്ടടിക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൽ സ്നേഹം തേടി പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതില്ലിനി, മാറുവാനാവതില്ലിനി. ലോകത്തിലേക ആശ്രയം എൻ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയ